സംസ്ഥാന സർക്കാരിന് മനസ്സിലാക്കേണ്ടത് ഈ ആശാ വർക്കേഴ്സ് നമ്മുടെ കേരള ജനങ്ങളെ അവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വാരിയേഴ്സാണ്. അവർ നമ്മുടെ ഫ്രണ്ട് ലൈനാണ്. ഇവർ ഡൽഹിയിൽ പണിയെടുക്കുന്ന ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അല്ല, ഇവിടുത്തെ ജനങ്ങളെ നോക്കുന്ന ആശാ വർക്കേഴ്സാണ്. ശരി, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട് വിചാരിക്കും. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. രണ്ട് ബ്യൂറോക്രാറ്റ്മാര് പറയുന്നു ഈ 120 കോടി ചെല്ലാനും മാച്ച് ആവുന്നില്ല, ഞങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെ ബ്ലാക്ക് മെയിലാ ചെയ്യുക, ഇവരെ റോഡിലിറക്കുക ചെയ്യുക. അവർക്ക് ആ ചില്ലറ കാശ് കൊടുക്കുകയല്ലേ വേണ്ടത് സംസ്ഥാന സർക്കാർ. എന്നിട്ട് പിന്നെ ആ ഡിസ്പ്യൂട്ട് പിന്നെ റിസോൾവ് ചെയ്യണം. അല്ല, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണെന്നാണല്ലോ പിന്നെ അത് അഡ്മിറ്റ് ചെയ്യണം. ആശാ വർക്കേഴ്സിന് കൊടുക്കുന്ന കാശ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇല്ലെന്ന് പിന്നെ പറയണം. എന്തുകൊണ്ട് ഇത് സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നില്ല. ഞാന് പുറത്ത് പഠിക്കാണ്, എന്റെ അച്ഛൻ എന്റെ കാശ് അയക്കുന്നു, 2 ദിവസം ഡിലേ ആയിപ്പോയി. ബാങ്ക് ഡിലേ ആവുമ്പോ എനിക്ക് അവിടെ കാശ് കിട്ടിയില്ല. അപ്പോ ഞാൻ ഊണൊഴിക്കില്ലേ, ഞാൻ ബില്ല് പേ ചെയ്യില്ലേ? അതല്ല, ഇത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ആശാ വർക്കേഴ്സാണ്. ഇവിടുത്തെ ജനങ്ങളെ സേവ ചെയ്യുന്ന ആശാ വർക്കേഴ്സ്. അവരുടെ എന്താണ് അവര് ഡ്യൂസ് കൊടുക്കാൻ എന്താ പ്രോബ്ലം? ശരി, ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട് പിന്നെ റിസോൾവ് ചെയ്യൂ. അവരെ വിളിച്ച് സംസാരിക്കണ്ടേ? അതാ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ എന്താ റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ ഇതിൽ രാഷ്ട്രീയം ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞത് അവരെ വിളിക്കൂ, അവരോട് സംസാരിക്കൂ, എന്താണ് ഇഷ്യൂ. ഇത് 1000 കോടിയൊന്നല്ല, ഇത് ചില്ലറ കോടി കാശിന്റെ ഇഷ്യൂ ആണ്. അവര് ഇത്ര കാശില്ലെങ്കിൽ പറയണം എന്നാ. പിന്നെ ഓപ്പണായിട്ട് സംസ്ഥാന സർക്കാർ പറയട്ടെ, ഞങ്ങളുടെ ഖജാനയിൽ ട്രഷറിയിൽ ഇന്ന് ഈ 10 കോടി 20 കോടി കാശില്ല, പറയട്ടെ. അത് പറയില്ല. ഇങ്ങനെ ഓരോന്ന് ചുറ്റി സംസ്ഥാന സർക്കാരിന്റെ ഇഷ്യൂ അല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇഷ്യൂ ആണ്. ആണെങ്കിലും ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ ഒരു വേറെ വഴിയുണ്ട്, വേറെ മാർഗമുണ്ട്. ഇവരെ വേദനിപ്പിക്കണ്ട, ഇവർക്ക് ഇങ്ങനെ കഷ്ടം കൊടുക്കണ്ട, അവരുടെ സെറ്റിൽമെന്റ് കൊടുക്കോളൂ. എന്നിട്ട് ആ ഡിസ്പ്യൂട്ട് ഞാൻ തയ്യാറാണ്. ഇവർക്ക് കാശ് കൊടുത്താൽ ഞാൻ തയ്യാറാണ് അവിടെ പോയിട്ട് ആ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ. ബട്ട് ഇത് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആക്കി മാറ്റിയാൽ ഞാൻ തയ്യാറാണ്. 2026 ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ആ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അലയൻസിലേക്ക് കൂടുതൽ പാർട്ടികൾ വരുമോ ബിജെപിയിലേക്ക്? അങ്ങനെ ഒരു പ്ലാൻ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അത് എനിക്ക് ഇന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു NDA എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്, ഒരു അലയൻസ് ഉണ്ട്. അത് സ്ട്രോങ് ആണ്. അതിനെ ഇനിയും സ്ട്രെങ്തൻ ചെയ്യണം. നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്യും. ഇന്ന് ആദ്യത്തെ ദിവസമല്ല. അതിന് ഞാനിപ്പോ എല്ലാം ഇന്ന് പറഞ്ഞ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇനി 26 വരെ ഒന്നും പറയാൻ. ഒറ്റ ഒരു ക്വസ്റ്റ്യൻ സാർ, എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ഒരു അക്കൗണ്ടബിലിറ്റി സ്റ്റേറ്റ് പ്രസിഡന്റ് സ്വാഭാവികമായിട്ടാണ്. അപ്പൊ ഒരു മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെ സാറിന്റെ ഓണർഷിപ്പിലുള്ളത് കൊണ്ട് അതിന് ചില ബയസ് ഉണ്ടാവണമെന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരത്തിലുള്ള ക്രിറ്റിസിസം വരുന്നു. ഇതൊക്കെ കൂടി ടാക്കിൾ ചെയ്യുന്നത് ഒരു ചലഞ്ചിങ്. ഞാൻ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏതിന്റെ ഓണറൊന്നുമല്ല. ഞാൻ എന്തിന്റെയും ഒരു ഡയറക്റ്റ് കണക്ഷൻ. ജനങ്ങളോ ചിലപ്പോ രാവിലെ എണീറ്റ് കോൺഗ്രസ്സുകാർ പറയും അത് ബയസാണ്. രാവിലെ ഉച്ചയ്ക്ക് എനിക്ക് എന്റെ BJP കോളീഗ്സ് എന്നെ മെസ്സേജ് ഇട്ട് തെറി പറയും. അതുകൊണ്ട് അതല്ല, ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്ന ആളൊന്നുമല്ല. എനിക്കൊരു ഡയറക്ഷൻ ഉണ്ട്, എനിക്കൊരു ഗോൾ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ദൗത്യം ഭയങ്കര ക്ലിയർ ആണ്. അതിനുവേണ്ടി അധ്വാനിക്കും. അത് ജനങ്ങളെ വീട്ടു പോയിട്ട് ഈ മെസ്സേജ് ഒരു വികസനത്തിന്റെ മെസ്സേജ് ഞാൻ എൻ്റെ ടീമും BJP ഒരു ടീമായിട്ട് അധ്വാനിക്കാൻ നോക്കും. എന്നിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് മുമ്പോട്ട് പോയി നോക്കാം.